KSFE ചേലക്കര ബ്രാഞ്ചിൽ നിന്നും ഒരു നറുക്ക് 3 ലേലവുമായി ഉടൻ ആരംഭിക്കുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ 20,000 ഇൻറ്റു 50 മാസം 10 ലക്ഷം രൂപ, 9,50,000 രൂപ നറുക്ക് പ്രൈസും, 30% ലേലക്കിഴിവിൽ 7 ലക്ഷവും 30% ലേലക്കിഴിവിൽ രണ്ടാമത്തെ മാസം മുതൽ 16,250 രൂപ തവണ സംഖ്യയുമായിരിക്കും. കൂടാതെ KSFE എംപവർ ചിറ്റ്സിൽ മെഗാ ബമ്പർ സമ്മാനമായി 1.5 കോടിയുടെ വിലയും ലഭിക്കുന്നു. 200ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ മേഖലാതല സമ്മാനമായും ശാഖാതലത്തിൽ 10 ഒരാൾക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും ലഭിക്കുന്നു. ഗൃഹനിർമ്മാണം, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കിനി ലോണുകളുടെ അമിത പലിശ ഭാരമില്ലാതെ മുൻകൂട്ടി ചേരാൻ സാധ്യമായ ചിട്ടികൾ, ഓൺലൈൻ പേയ്മെന്റ് സൗകര്യവും സൗജന്യ ഡോർ കളക്ഷൻ സൗകര്യവുമുണ്ട്. KSFE ചേലക്കര. ഫോൺ 0488425245 9037597176. ദേശമംഗലം കൊറ്റമ്പത്തൂരിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. അടിയന്തരമായി സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ രംഗത്തിറങ്ങി. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം എസ്റ്റേറ്റുപടി കൊറ്റമ്പത്തൂർ കോളനിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വീണ്ടും വൻ മണ്ണിടിച്ചിലുണ്ടായത്. 2018 മഹാപ്രളയകാലത്തുണ്ടായ വലിയ ദുരന്തത്തിൽ 4 പേർ മരണപ്പെടുകയും നിരവധി കുടുംബങ്ങൾ ഭവനരഹിതരാകുകയും ചെയ്ത കൊറ്റമ്പത്തൂരിനെ വീണ്ടും ഭീതിയിലാഴ്ത്തുന്നതാണ് പുതിയ സംഭവം. കുളപ്പുറത്ത് അസീസിന്റെ വീടിന് പിന്നിൽ വസ്ത്രം കഴുകിക്കൊണ്ടിരുന്ന ഭാര്യ നസീറ 30 അടിയോളം ഉയരത്തിൽ നിന്നും ഉഗ്രശബ്ദത്തോടെ മണ്ണും ഭീമൻ പാറകളും ഇടിഞ്ഞു വീഴുന്നത് കണ്ട് ഓടി മാറിയതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഇവരുടെ വീട്ടുപകരണങ്ങൾ പലതും കല്ലുകൾക്കടിയിലായിട്ടുണ്ട്. സമീപവാസിയായ പൂവത്തിങ്കൽ സുലൈമാന്റെ ഭാര്യ റസിയയും ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2018 ഓഗസ്റ്റ് 15-നുണ്ടായ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി സർക്കാർ നിർമ്മിച്ചു നൽകിയ ഉന്നതിക്ക് സമീപമാണ് ഇപ്പോഴത്തെ മണ്ണിടിച്ചിൽ. ഇതിൽ ചിന്ന, പ്രേമ എന്നിവരുടെ വീടുകൾ കനത്ത തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ട്. നേരത്തെ സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ സംരക്ഷണത്തിനായി 30 മീറ്ററോളം നീളത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിക്ക് തൊട്ടടുത്താണ് ഇപ്പോൾ വീണ്ടും മണ്ണും വലിയ പാറകളും ഇടിഞ്ഞു വീണത്. ഇവിടെ നിന്നും മഴവെള്ളം ഒഴുകിപ്പോകാൻ ശാസ്ത്രീയമായി യാതൊരു സംവിധാനവും ഒരുക്കിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഭീമൻ പാറക്കൂട്ടങ്ങളും വലിയ മരങ്ങളും ഏത് നിമിഷവും പതിക്കാവുന്ന തരത്തിൽ നിൽക്കുന്നതിനാൽ 4ഓളം കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലാണ്. വിവരമറിഞ്ഞ് ദേശമംഗലം പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സുരക്ഷ കണക്കിലെടുത്ത് ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോട് അടിയന്തരമായി മാറി താമസിക്കാൻ വില്ലേജ് ഓഫീസർ ഫിറോസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര.